കരുവന്നൂർ സഹകരണ ബാങ്കിലെ നിക്ഷേപകൻ ജോഷി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും മുഖ്യമന്ത്രിക്കും ഇന്നൊരു കത്തയച്ചു. ദയാവധത്തിന് അനുമതി തേടി. 84 ലക്ഷം രൂപയാണ് കരുവന്നൂർ ബാങ്കിൽ നിന്ന് ജോഷിക്ക് ലഭിക്കാനുള്ളത്. പണം മടക്കി നൽകാൻ ബാങ്കിന് സാധിച്ചില്ല എങ്കിൽ ദയാവധത്തിന് അനുവദിക്കണം എന്നാണ് ജോഷിയുടെ ആവശ്യം. എന്തുകൊണ്ടാണ് ദയാവധം നൽകണമെന്ന് ജോഷി ആവശ്യപ്പെടുന്നത്? അതിന് നമ്മൾ ജോഷിയുടെ പ്രയാസങ്ങൾ അറിയണം. ₹1 ഇവരുടെയൊക്കെ രോമകൂപത്തിൻ്റെ ഉള്ളിൽ കൂടെ വേർത്ത് വന്ന ഒരു തുള്ളി വേർത്ത് വന്ന പണം ഇവരുടെ കയ്യിലുണ്ടോ? ഈ കട്ടും മൂട്ടിച്ചതല്ലാണ്ട് മര്യാദയ്ക്ക് ജീവിച്ചുകൂടെ? എന്തിനാ ബുദ്ധിമുട്ടിക്കണേ? വർഷങ്ങളായി ചേർത്തുവെച്ച സമ്പാദ്യം, കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ വീട് എല്ലാം നഷ്ടപ്പെടുകയാണ് മാപ്രാണം സ്വദേശി ജോഷിക്ക്. തൊണ്ടയിൽ വന്ന ക്യാൻസർ വോക്കൽ കോഡിനെ ബാധിച്ചു തുടങ്ങി. ശസ്ത്രക്രിയ ചെയ്തില്ലെങ്കിൽ സംസാരശേഷി നഷ്ടമാകും. അതിന് പണം വേണം. 100 തവണയിലധികം നിക്ഷേപത്തുക തിരിച്ചു കിട്ടാൻ ബാങ്കിൽ കയറിയിറങ്ങി. ഒരു ഫലവുമില്ല. മറുപടികൾ കേട്ട് കഴിഞ്ഞാൽ ധാർഷ്ട്യം കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യന് സഹിക്കില്ല. കാരണം നമ്മുടെ പണം നിക്ഷേപിച്ചിട്ട് നമ്മൾ തിരിച്ചു ചോദിക്കാനായിട്ട് ചെല്ലുമ്പോഴാണ് ആരോട് ചോദിച്ചിട്ടാണ് വന്നേ, വരാൻ പറഞ്ഞിട്ടുണ്ടോ, വിളിച്ചിട്ട് വന്നൂടെ, നിങ്ങളുടെ ഡേറ്റ് ആയോ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. വീട് വിൽക്കാൻ ബോർഡ് എഴുതി വെച്ച ആവശ്യക്കാരെ കാത്തിരിക്കുകയാണ് ജോഷി. 75 ലക്ഷം രൂപ കരുവന്നൂർ സഹകരണ ബാങ്ക് തരാനുണ്ട്. അപ്പോഴാണ് ഈ അവസ്ഥ. കോൺട്രാക്ടറായ ജോഷിയുടെ ജോലികളെല്ലാം നിലച്ചു. കടം വാങ്ങിയവർക്ക് തിരികെ നൽകാൻ ഒന്നും കയ്യിലില്ല. ഞാൻ വട്ടിപ്പലിശയ്ക്ക് കാശ് എടുത്തിരുന്നു കുറേ. അപ്പം അതൊന്നും പലിശ അടക്കം മുടങ്ങിപ്പോയി. കാരണം ഇവർ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു. ഓരോ ദിവസവും അടുത്ത ആഴ്ച തരാം, ഉടനെ തരാം. സഹകരണ ബാങ്കിൻ്റെയും വകുപ്പിൻ്റെയും ഉടനേക്ക് നീളം ഒരുപാടാണ്, കാതങ്ങളോളം.